വൈദേഹി. എൻ്റെ പാലക്കാടിൽ ഞാൻ ഇന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏമൂർ ഭഗവതി ക്ഷേത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രതിഷ്ഠ കൈപ്പത്തി ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 4 അംബികാ ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം. ജലത്തിൽ പ്രത്യക്ഷപ്പെട്ട അംബികയായതിനാൽ ഹേമാംബിക എന്നും അറിയപ്പെടുന്നു. കരിങ്കല്ലിലുള്ള 2 ശിലാഹസ്തങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ അകത്തേത്ര ഗ്രാമത്തിലാണ് ഹേമാംബിക കുടികൊള്ളുന്നത്. പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മിയായും പ്രദോഷത്തിൽ ദുർഗയായും ദേവിയെ ആരാധിക്കുന്നു. ഇവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് ആദിശങ്കരാചാര്യരാണ്. ശ്രീകോവിലിലെ പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഭാരതത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും ഇതാണ്. കൈപ്പത്തി വിഗ്രഹത്തിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ദേവിയുടെ സ്ഥാനം കരിമലയിലെ മുതിരം കുന്നിലായിരുന്നു. കുരൂർ മനയിലെ ഒരംഗം സ്ഥിരമായി ദേവിയെ ഉപാസിച്ചു വന്നിരുന്നു. പ്രായമേറിയപ്പോൾ അദ്ദേഹത്തിന് മുതിരം കുന്നിലേക്ക് പോകാൻ പ്രയാസം നേരിട്ടു. ദേവി സ്വപ്നത്തിൽ വന്ന് മനയോട് ചേർന്നുള്ള ചിറയിൽ തൻ്റെ സാന്നിധ്യമുണ്ടെന്നും പൂർണ്ണരൂപം ദർശിച്ച ശേഷമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും അരുളി. അടുത്ത ദിവസം രാവിലെ ചിറയുടെ നടുവിൽ നിന്നും 2 ദിവ്യഹസ്തങ്ങൾ ഉയർന്നു വരുന്നത് അദ്ദേഹം കണ്ടു. കണ്ടപാടെ അദ്ദേഹം അതാ കണ്ടു എന്ന് അറിയാതെ പറഞ്ഞു. ആനന്ദാതിരേകത്താൽ ചിറയിലേക്ക് ചാടിയ കുരൂർ നമ്പൂതിരിപ്പാട് ആ കൈകളിൽ പിടിച്ചു വലിച്ചു. ദിവ്യകരങ്ങൾ ചിരാപാണികളായി മാറി. സുഹൃത്തായ ചേനാസ് നമ്പൂതിരിപ്പാടിൻ്റെ സഹായത്തോടെ പാലക്കാട് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ചിറ ഭാഗികമായി നികത്തി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ഹേമാംബികാദേവി പിന്നീട് പാലക്കാട് രാജാവിൻ്റെ കുലദേവതയായി. കഥയുടെ ഭാഗമായ കല്ല്, കുളം, കര എന്നിവ ചേർന്ന് സ്ഥലത്തിന് കല്ലായിക്കുളങ്ങര എന്ന പേരും വന്നു. 1982 ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസിന് ചിഹ്നം കൈപ്പത്തിയായി സ്വീകരിച്ചതെന്നും പറയുന്നു. നവരാത്രി, ഓണം, മണ്ഡലം, ശിവരാത്രി, മീനത്തിലെ ലക്ഷാർച്ചന, കർക്കിടകത്തിലെ ഈശ്വരസേവ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയുടെ പാരമ്പര്യത്തിൻ്റെയും കുലീനതയുടെയും ഭക്തിയുടെയും പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൻ്റെയും ഒരു ഉദാഹരണമാണ്. ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള കുളങ്ങൾ, അരയാൻതറകൾ, ഗ്രാമവീഥികൾ എന്നിവ ക്ഷേത്രത്തിൻ്റെയും പാലക്കാട് ജില്ലയുടെ തന്നെയും പരമ്പരാഗത ഗ്രാമീണ സങ്കല്പത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. എല്ലാവരും കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സന്ദർശിക്കുമെന്ന് കരുതി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.